ശ്രീ മനോജ്, താങ്കൾ തൊമ്മൻകുത്ത് ഇടവ അംഗമാണ്. ഇന്നിപ്പോൾ കുരിശിന്റെ വഴിയുമായി ബന്ധപ്പെട്ട് താങ്കളും മുൻപിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ അല്പം മുമ്പ് സംസാരിച്ചത് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ റേഞ്ച് ഓഫീസർ ടി.കെ. മനോജനോടാണ്. അവർ പറയുന്നത് നിങ്ങളുടെ പക്കൽ യാതൊരു കൈവശാവകാശ രേഖകളുമില്ല, ഇതും നേരത്തെ പറഞ്ഞ പോലെ അനധികൃതമായി സ്ഥാപിച്ച ഒരു കുരിശാണ്. ഇനിയും നിങ്ങൾ കുരിശുമായി സ്ഥാപിക്കാൻ വന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും, അതിനുള്ള നിർദ്ദേശം വളരെ വ്യക്തമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ്. എന്താണ് പ്രതികരണം? ഈ കാളിയാർ റേഞ്ച് ഓഫീസർ കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം. കാളിയാർ റേഞ്ച് ഓഫീസർ മനോജ് ടി.കെ. അദ്ദേഹത്തിന്റെ വിവേചനാധികാരം, അതായത് റേഞ്ച് ഓഫീസർ എന്ന ആ ഒരു വ്യക്തിയുടെ വിവേചനാധികാരവും അഹങ്കാരത്തിന്റെയും ഭാഗമാണ് ഈ കുരിശ്. അദ്ദേഹം ശരിക്കും വനംവകുപ്പിന്റെ കയ്യേറ്റമാണ് ഇവിടെ നടന്നത്. ഈ വനഭൂമിയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ പരുന്തുംപാറ കയ്യേറ്റം പോലെയോ അല്ലെങ്കിൽ മറ്റൊരു കയ്യേറ്റത്തിന്റെ സ്റ്റേജിലോ ഈ കയ്യേറ്റത്തെ കാണുന്നത് വനഭൂമിയിൽ എങ്ങനെയാണ് ഒരു 60-65 വർഷം പഴക്കമുള്ള, ഇനി 65 എന്ന് ഞാൻ പറയുന്നതിനകത്ത് ചില അല്പം അസ്വാഭാവികത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മീഡിയ കണ്ടതാണ്. അത്ര പ്രായമുള്ള ഒരു തെങ്ങ് എങ്ങനെയാണ് 50 വർഷത്തിൽ കുറയാത്ത പ്രായമുള്ള ഒരു തെങ്ങ് എങ്ങനെയാണ് വനംവകുപ്പ് തെങ്ങ് കൃഷി ചെയ്യുന്നതോ? അതുപോലെ EMS ഭവന പദ്ധതിയിൽപ്പെടുത്തിയ പെര ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട്. ആ പ്രോപ്പർട്ടിക്കകത്തു നിന്നുള്ള ഈ ദേവാലയത്തിന് കൈമാറിയ ഭൂമിയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചത്. ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കാൻ വനം വകുപ്പ് വനത്തിനകത്ത് ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കാൻ സാധിക്കുമെന്നല്ലേ? കാളിയാർ സെക്ഷനിൽ നിന്നും ഇലക്ട്രിസിറ്റി ലൈൻ ഈ EMS ഭവന പദ്ധതിയിൽപ്പെട്ട പെരയ്ക്ക് നൽകിയ ഈ പള്ളിയുടെ പറമ്പിലാണ് ആ പോസ്റ്റ് നിലവിൽ അവിടെ പറിച്ചിട്ടിട്ടുണ്ട്. ആർക്ക് വന്നാലും പരിശോധിക്കാവുന്നതാണ്. ആ പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് വനം വകുപ്പിന്റെ ഭൂമി എന്ന് വനം വകുപ്പ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാരണവശാലും വനം വകുപ്പിന്റെ ഭൂമിയല്ല. വനം വകുപ്പിന് ഒരു തരത്തിൽ ഈ ഒരു ദേവാലയത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു വനഭൂമിയിൽ കൈയേറിയാൽ ഒന്നിച്ച് ആ പ്രദേശത്തേക്ക് ഈ കുരിശ് തകർത്തിട്ട് വീണ്ടും കുരിശിന്റെ വഴി നടത്തുമെന്ന് ഒരു സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാവുന്നതല്ലേ? അതാ ഒരു കാരണവശാലും വനംവകുപ്പിന്റെ ഭൂമിയല്ല, വനംവകുപ്പിന്റെ ഭൂമിയാണ് എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഈ റേഞ്ച് ഓഫീസർ പട്ടയ നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ അനാവശ്യം. അത് ഈ ഒരു കാര്യത്തിലല്ല, ഒരു വർഷം ഈ റേഞ്ച് ഓഫീസറുടെ വിവേചനാധികാരം എന്ന് ഞാൻ പറയാൻ കാരണം ഈ പട്ടയം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിൽ നമുക്ക് ഉള്ള കാര്യം നിഷേധിക്കുന്നില്ല ഞങ്ങള്. പക്ഷേ ഈ 65 വർഷത്തോളം, അതായത് 79 കാലഘട്ടത്തിൽ അവിടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കുകയും ജണ്ടായിട്ട് കൃഷിഭൂമിയും ജനവാസ മേഖലയും വേർതിരിച്ച് സംരക്ഷിക്കുന്നതാണ്. അത് അന്നത്തെ കാലത്ത് അത് കല്ല് ജണ്ടകളായിരുന്നു. നിങ്ങൾക്ക് ആർക്ക് വന്നാലും പരിശോധിക്കാം. അവർ കല്ല് ജണ്ടകൾ കൃത്യമായി വനം വകുപ്പ് 2000 കൂടി അവർ ഓരോ വർഷവും പുതുക്കുക. ജണ്ടയുടെ സിസ്റ്റം അതാണ്. ആ 2000 കൃത്യമായി കല്ല് ജണ്ട സിമെന്റ് ജണ്ടായിട്ട് വരച്ച് ഡേറ്റ് എഴുതി വെച്ച് വേർതിരിച്ച് സംരക്ഷിക്കപ്പെടുന്ന ഭൂമിയിലാണ് ഈ സംഭവം. അത് ഈ കുരിശ് തകർത്ത പ്രദേശത്തു നിന്ന് 1 കിലോമീറ്ററോളം 700 മീറ്ററിൽ കുറയാത്ത ദൂരത്തിലാണ് ഈ വനം വകുപ്പിന്റെ ജണ്ട ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. നെയ്യശ്ശേരി തൂക്കുമ്പൻസാട് റോഡ് 132 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരളയിൽപ്പെടുത്തിയ റോഡ് പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഈ ഭൂമി. വനം വകുപ്പ് ഇത്തരത്തിൽ, അതായത് വനംവകുപ്പ്, ഞാൻ പറയുന്നത് വനംവകുപ്പിന് ഈ പട്ടയമില്ലാത്ത പ്രദേശത്തിനുള്ള 4277 പട്ടയ അപേക്ഷകൾ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉണ്ട് നിലവില്. ഈ കരിമണ്ണൂര് LA ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുണ്ട്. ആ അപേക്ഷയിന്മേൽ നടപടിയെടുക്കാൻ അതിന്റെ ഓർഡർ പറയാൻ ഞാൻ വിട്ടുപോയി. 2019-20 OFM ആ ഓർഡറിനനുസരിച്ച് ആ ഭൂമി സർവേ നടക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാർ ഓർഡർ ഇറക്കിയിരിക്കുന്നതുമാണ്. ആ ഭൂമി അപ്പോൾ ആ സമയം നോക്കിയാണ് വനംവകുപ്പ് കൃത്യമായ ആസൂത്രിതമായ നീക്കം വനംവകുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുരിശേൽ കാളിയാർ റേഞ്ച് ഓഫീസർ കൈവച്ചിരിക്കുന്നത്. അത് കാളിയാർ റേഞ്ച് ഓഫീസർ കൈവച്ചു എന്നുള്ളതല്ല, ഒരു ഭൂമിയിൽ കയ്യേറിക്കാണ് കുരിശ് വെച്ചത് എന്ന് തന്നെ കരുതുക. അയാള് ഒരു മാന്യമായ ഒരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? വികാരി അച്ഛനെ വിളിക്കണം, വികാരി അച്ഛനെ വിളിച്ച് ബന്ധപ്പെട്ട കൈകാരന്മാർ അതുപോലെ ആരെങ്കിലും വിളിച്ച് ബന്ധപ്പെട്ട് അതുമായിട്ട് എന്താണ് അതിന്റെ സംഭവം, ഇല്ല അവർക്ക് നോട്ടീസ് കൊടുത്ത് അറിയിപ്പ് കൊടുത്ത്. ഇത് ഇയാള് ഒരു ദിവസം രാവിലേക്ക് വരുന്നു, കുറെ ഫോഴ്സുമായിട്ട് വന്ന് പെട്ടെന്ന് JCBക്ക് കുരിശ് പറിക്കുന്നു, കുരിശ് ഇടിച്ച് പല ആവർത്തി ആ കുരിശെ ഇടിച്ച് കിഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മീഡിയയ്ക്ക് പോയാൽ നോക്കാം. ഒരു കുരിശ് തള്ളിയിട്ട് പറിച്ചാൽ ആ കുരിശ് എടുത്തു കൊണ്ടുപോയി അവിടെ വെക്കേണ്ട കാര്യമുള്ളൂ. അത് റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോയി ചില പ്രശ്നം തീരും അവിടെ കൊണ്ട്. അയാളത് കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ആ ഭൂമിയിൽ ഇന്ന് ഈ കുരിശിന്റെ വഴിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പ്രാർത്ഥന നടത്തി അവിടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോരാൻ അവിടെ പരമായിട്ട് കുരിശ് വെക്കാനോ ഒന്നുമല്ല അവിടെ ചെന്ന്. അയാള് ഒരു തരത്തിലും അവിടുന്ന് ഫോഴ്സിനെ മാറ്റാതെ അതിഭയങ്കരമായിട്ട്
അതിശക്തമായ നിലപാടാണ് റേഞ്ച് ഓഫീസർ സ്വീകരിച്ചത്. അയാൾ ഒരു തരത്തിലും എല്ലാ പാർട്ടി രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തുകൊണ്ട് ഈ വനം വകുപ്പ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അതിഭയങ്കരമായ ദ്രോഹം അനുഭവിക്കുന്ന ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഞങ്ങൾ. അതുപോലെ ഇദ്ദേഹം ഒരു കാര്യം പറയാം. അതായത് ഈ വനം വകുപ്പ് ഈ ഭൂമി കയ്യേറിയ ഈ വിഷയം ഉണ്ടാക്കുന്നതിന്റെ അവസ്ഥ, അതായത് എന്റെ വീട് ഒരു ഓട് മേഞ്ഞ വീടാണെന്ന് കരുതുക. ഞാൻ എന്റെ ഫ്രണ്ട് ഷീറ്റ് ഇട്ടാൽ ആ ഷീറ്റ് ഇടുന്നതിന് കാളിയാർ റേഞ്ച് ഓഫീസർക്ക് നിയമപരമായി കേസെടുക്കാം. അയാള് പട്ടയമില്ലാത്ത ഭൂമിയിൽ എന്ത് നിർമ്മിതികൾക്കും എടുക്കാം. കാരണം അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ്. അദ്ദേഹം മുഴുവനായിട്ട് ആളുകളെ ആക്രമിക്കുകയോ കുടിയിറക്കോ ഒന്നുമില്ല. ഇത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള കുടിയിറക്ക ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുള്ളത്. ഇത് അടിയന്തരമായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയും രണ്ടായിട്ട് വേർതിരിച്ച ഭൂമിക്ക് വെളിയിൽ വകുപ്പിനെ നിർത്തുകയും ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, തിരിച്ചു വരാം. ശ്രീ ജോസ് കുട്ടി ഒഴികെ